പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പുതിയ ആൾക്കാരാണ്, 2 വർഷമായി ഞങ്ങൾ മാറുകയാണ്, ഞങ്ങൾ പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞു. പുതിയതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് നിങ്ങൾ കോടതിയിൽ പോയി പറഞ്ഞിട്ട് അയാൾ എന്നെ മിരട്ടി, ഒരാളെ എന്നെ മിരട്ടി. കോടതിക്ക് പോയിക്കോ, നീ കോടതിയാണ് ജാമ്യം കൊടുത്തിട്ട് കോടതിക്ക് പോവാൻ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ 3 പ്രാവശ്യം കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. പുറത്തിറങ്ങിയ ശേഷം നിങ്ങളോട് ആ രീതിയിൽ പെരുമാറി? ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ എന്നെ പരാതി പറഞ്ഞിരിക്കുന്നു. അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് അവൾ എന്തിനും ശ്രദ്ധിക്കണെന്ന്. കൊടുവാൾ രാവിലെ 8 മണിയാകുമ്പോ ഞങ്ങൾ ആ ചാല് വെള്ളം തിരിക്കുമ്പോ മൂപ്പര് അതേ വരുന്നു, വിറകുണ്ടാക്കി കെട്ടിയിട്ട് വരുന്നു. അപ്പൊ എന്താണ് നിങ്ങൾ എന്താ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വെള്ളം തിരിക്കേണ്ടപ്പോ കണ്ടത്തിൽ വെള്ളമില്ല പറഞ്ഞു. അപ്പൊ അതെ ഇത് എന്നെ കൊല്ലണം പറയണു, എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരട്ടെ. നീ എന്ത് സെറ്റപ്പ്, നീ നിന്റെ പാട് നോക്കിപ്പോ, എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാ പറഞ്ഞിട്ട് ഒരു വടിവാള് കാണിച്ചു തന്നു, ഒരു കൊടുവാള് നിങ്ങളുള്ള ഒരു വടിവാള് കാണിച്ചു തന്നു. ഇതാണ്ട് എന്റെ സെറ്റപ്പാണിത്, നീ ഇത്ര മിണ്ടാണ്ടിക്ക്, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ഒന്നിനും നിൽക്കണ്ട എന്നും പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞങ്ങളുടെ അവിടേക്കും പോയി. എല്ലാരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്, ഇങ്ങനെ മുക്കിന് പറയാണ് ഇനിയിപ്പോ എന്നെ പൂശണം, ഇതാ ഈ കുട്ടിനെ പൂശണം, ഇതാണ് ഭീഷണി. മകളെയല്ല ഇവളെ പുഷ്പനെ വീടാണ് ഇവളെ എന്നെ ഇതിനെയൊക്കെ പൂശണം പറഞ്ഞു. പരാതി കൊടുത്തതിന്റെ പേരിലാണോ നിങ്ങളെ കൊല്ലണം? അതന്നെ രാവിലെ മിനിഞ്ഞാന്ന് ഇത് അവരവിടെ പോയി പറഞ്ഞവേ, അയാളെ നിർത്തി പറഞ്ഞു ശിവരാജണ്ണനെയും. അവളെ നോക്കി അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞോളൂ, പെറുപെറു പറയണ്ട പറയും, എന്നെ ശ്രദ്ധിക്കണ്ട പറയും, എന്റെ വീട്ടിൽ ശ്രദ്ധിക്കണ്ട പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എന്റെ അടുത്ത് പറഞ്ഞില്ല. രാജീവിന്റെ ഭാര്യ പറഞ്ഞു, പുഷ്പിച്ചി അങ്ങോട്ട് നോക്കണ്ട, നീ ശ്രദ്ധിക്കണ്ടെന്ന്. ഇന്ന് ജനലിൽ കൂടെ ലൈറ്റ് മറ്റേ 5 മണിക്ക് എണീറ്റ് കുളിക്കാൻ പോയി, കുളിച്ച് വന്നിട്ട് സീറോ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് കാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ നീ നോക്കി നിൽക്കണ്ട, അയാൾ ജനലിൽ കൂടെ നോക്കിയിട്ട് അയാൾ അതും ഇതൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ വരുമ്പോ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ സാരി കൊടുത്ത് ഇറങ്ങുമ്പോ അവിടെ നിൽക്കുന്നു. ഞാൻ വാതിലടച്ചിട്ടാണ് തുണിയൊക്കെ മാറി വെളിയിൽ ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് വന്നുമ്പോ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്, അയാളുടെ വീട്ടിന്റെ അവിടെ സ്റ്റെപ്പ് പടിയില്.